നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് സർവീസിൽ ഒരു സീലിംഗ് ഫാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീലിംഗ് ഫാൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിച്ച പോലെ തന്നെ സ്റ്റക്ക്, ഒരു അടി പോലും അനങ്ങുന്നില്ല, ചെറുതായിട്ട് പോലും അനക്കില്ല, നല്ല ടൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസ് കാണാം, ഇങ്ങനെ ഇതിൻ്റെ ബാരിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് ബാരിങ് ടൈറ്റ് ആയതാണ്. അപ്പോൾ വൈൻഡിങ് പോകണ്ടോന്ന് അറിയില്ല, നമുക്ക് ഫസ്റ്റ് ബാരിങ് മാറ്റിയിട്ട് വൈൻഡിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കണക്ഷനൊക്കെ വരുന്ന സോക്കറ്റും അതുപോലെ കപ്പാസിറ്ററൊക്കെ ഇരിക്കുന്ന ഭാഗം അഴിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വൈൻഡിങ്ങിൻ്റെ ഇത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റുള്ളൂ, കോർ ഊരിക്കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ 3 സ്ക്രൂ ആണ് ഈ ബോഡി തമ്മിൽ ജോയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ആ 3 സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർ ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ സ്ക്രൂ അയച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ നമ്മൾ റബ്ബർ ചിറ്റിയോണ്ട് ആട്ട തട്ടുന്നത്, അല്ലെങ്കിൽ ആ ഷാഫ്റ്റ് ചതഞ്ഞ് പോകും. നമ്മൾ സാധാ ഇരുമ്പ് ചിറ്റിയോണ്ട് അടിച്ച് കഴിഞ്ഞാൽ അത് ചതഞ്ഞ് പോകും. അതുകൊണ്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ ഇതുമൊക്കെ തട്ടിയിട്ട് ഊരാൻ പാടുള്ളൂ. അപ്പോൾ അതേ അഴിച്ച് വഴിക്ക് നമ്മുടെ താഴത്തെ ഭാഗം അടിക്ക് ഊരി പോന്നിട്ടുണ്ട്. ഇനി ടോപ്പിലും ഒരു 2 ബെയറിങ്ങാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വയറ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വൈൻഡിങ് നോക്കിയപ്പോൾ വൈൻഡിങ് കത്തിപ്പോയിട്ടുണ്ട്. ബെയറിങ് പോയി കഴിഞ്ഞാൽ ഉറപ്പിച്ച വൈൻഡിങ് പോയിട്ടുണ്ടാവും. ഇതും അലുമിനിയം ഫാനാണ്, നിസ്സാര വിലയ്ക്ക് 1000-1200 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ഫാനാണ്. അപ്പോൾ അത് അലുമിനിയം വൈൻഡിങ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇനി കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫാനിൻ്റെ ബയറിങ് ഊരിയെടുക്കുന്ന ടൂൾ കേട്ടോ. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ബയറിങ് അഴിച്ച് മാറ്റുന്നത്. അപ്പോൾ ഫാനിൻ്റെ ബയറിങ് കോമൺ ആയിട്ട് വരുന്നത് 62.01 62.02 എന്ന് പറഞ്ഞൊരു വാല്യൂവിലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടൂളുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് 2ൻ്റെ അളവാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബയറിങ് ഊരിയെടുക്കുക. അപ്പോൾ ഇത് 62.02ൻ്റെ ബയറിങ്ങാണ് നമ്മൾ ആദ്യം ഊരിയെടുത്തത്. അപ്പോൾ ആ തല ഇത്തിരി വണ്ണം കൂടുതലും മറ്റേ തല കുറച്ച് വണ്ണം കുറവായിരിക്കും. പിന്നെ പണ്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ അടിച്ചിറക്കിയിട്ടാണ് ബയറിങ് ഊരുക. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ആരും ചെയ്യില്ല, ഇപ്പോൾ എളുപ്പമായി. അപ്പോൾ ഇത് അടുത്തത് അതുപോലെ തന്നെ 62.01 ചെറിയ ബയറിങ് നമ്മൾ അതുപോലെ തന്നെ അത് ഇട്ടിട്ട് ഊരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ബയറിങ് എടുക്കുമ്പോൾ സുഖമാണ്, പണി എളുപ്പമാണ്. മെഴുകൊക്കെ അടിച്ച് കയറ്റുമ്പോൾ നമ്മൾ ഒരുപാട് മെഴുകുതിരി അടിച്ച് ഇതിനകത്ത് ഇറക്കി അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൊക്കെ വേറെ ഉണ്ട്, പണ്ടത്തെ കാലത്തെ പരിപാടി. ഇപ്പോൾ ഏത് ഇങ്ങനെ നമ്മളിട്ട് പതിയെ തിരിച്ച് കഴിഞ്ഞാൽ തന്നെ ബയറിങ് മുകളിലേക്ക് പുള്ളി ചെയ്ത് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ബയറിങ് അഴിച്ചെടുക്കാനായിട്ട്. സിമ്പിൾ പരിപാടിയാണ്. ബയറിങ് ചേഞ്ചിങ് ഒക്കെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഫാൻ്റെ. അപ്പോൾ ഫാൻ്റെ ബയറിങ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഫാൻ്റെ സൗണ്ട് വരുന്നത്, കടകടകടാന്നുള്ള സൗണ്ടൊക്കെ വരുന്നത്. ഒരയുന്ന സൗണ്ടൊക്കെ ഈ ബയറിങ് പോകുമ്പോഴാണ്. ഇപ്പോൾ നല്ലോണം തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ബയറിങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബയറിങ്ങിൽ നമുക്ക് ഗ്രീസ് ഇടണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഗ്രീസ് ഇടൊന്നും വേണ്ട, ഓൾറെഡി അതിനകത്ത് ഗ്രീസ് ഇട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് അപ്ലൈ ചെയ്യാം. ചിലർ അത് തുറന്ന് ഗ്രീസ് കിട്ടുന്ന കണ്ടുണ്ട്. ഞാനിപ്പോൾ അത് ഗ്രീസ് ഇടാണ്ടൊക്കെ വിട്ടിട്ടൊന്നും ഇന്ന് വരെ അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും തിരിച്ച് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ബയറിങ് 62.02 ബയറിങ് നമ്മൾ വെച്ചിട്ട് ചിറ്റിയേക്ക് തന്നെ റബ്ബറിൻ്റെ ചിറ്റിയേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ച് കറക്റ്റ് ബാലൻസ് ചെയ്തിടണം. ഒരു സൈഡ് ഇറങ്ങി കയറി താന്നിരിക്കാൻ പാടില്ല, അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് പോവും. അപ്പോൾ നമ്മളൊരു ബയറിങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്, നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത ബയറിങ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. ചിറ്റിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയറിങ് സെറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബയറിങ് മാറൽ. സീലിംഗ് ഫാൻ്റെ ബയറിങ് മാറുന്ന ഇത്ര പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് ഞാൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് സെറ്റ് ചെയ്തിട്ട് ഇട്ട് ഫാൻ ഫുള്ളി പണി കഴിക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞിടാം. അതുപോലെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.